ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ഗൂഗിൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ സമൃദ്ധ അല്ലെന്നൊക്കെ. അതവ മദ്യം കഴിച്ച് ഫിറ്റായതിന്റെ പുറത്ത് പറഞ്ഞതല്ലേ. കള്ളു കുടിച്ച ബോധമില്ലാതെ ആളുകൾ എന്തൊക്കെ പറയും. രാത്രിയിൽ പറയുന്നത് ചിലപ്പോ രാവിലെ ഓർമ്മ പോലും കാണില്ല. ഗൂഗിള് അങ്ങനെ ഒരാളല്ലല്ലോ. എത്ര ബോധമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ പറയോ? എന്റെ മോളെ, ഇവന്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു. ചില ദിവസങ്ങളിൽ നന്നായിട്ട് മദ്യപിക്കും, എപ്പോഴൊന്നുമില്ല. പക്ഷെ കഴിക്കുമ്പോ അതിനൊരു അന്തം ഉണ്ടാവില്ല. പിന്നെ പറയുന്നതൊന്നും പിറ്റേ ദിവസം ഓർമ്മ പോലും കാണില്ല. ആ സ്വഭാവം തന്നെയാ. പക്ഷേ ഗൂഗിള് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. ഗൂഗിളിന്റെ മനസ്സിൽ എന്നോട് എന്തോ പറയാനുള്ളതുപോലെ തോന്നി. കാണും, അവന്റെ മനസ്സിൽ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. കാരണം പണ്ട് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ജീവിച്ചത്. പിന്നെങ്ങനെയാ? നിങ്ങൾ തമ്മിൽ എന്തൊരു സ്നേഹമായിരുന്നു. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കില്ലായിരുന്നു. പ്രേമം എന്നൊക്കെ പറഞ്ഞ ഇതുപോലൊരു പ്രേമം ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ സ്നേഹമൊന്നും ഇപ്പൊ നിനക്ക് അവനോടില്ലെന്ന് അവന് തോന്നിക്കാണും. വെള്ളമൊടിച്ച് ഫിറ്റായപ്പോ മനസ്സിലുള്ളത് പുറത്തു വന്നു. അതായിരിക്കും അവൻ ഉദ്ദേശിച്ചത്. മോളെ, ഒന്നും നിന്റെ കുറ്റമല്ല. പക്ഷേ നീ വിചാരിച്ച എല്ലാം പഴയതുപോലെ ആക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? ഞാൻ അങ്ങനെ മാറിയെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? മോളെ, ആക്സിഡന്റിന് മുൻപുണ്ടായിരുന്ന നീയല്ല ഇപ്പോഴുള്ളത്. ഗൗരിമോളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴുണ്ടായ അസുഖം കൂടി ആയപ്പോ നിങ്ങൾ തമ്മിൽ ഒരുപാട് അകന്നു. ഒരു മുറിയിൽ കിടപ്പ് പോലും ഇല്ലാതായി. ഭാര്യയും ഭർത്താവും ഒരു മുറിയിൽ ഒരുമിച്ചുറങ്ങുന്നതിന് ജീവിതത്തിൽ വലിയ വിലയുണ്ട്. ഏത് വിഷമവും ഏത് ദേഷ്യവും അലിഞ്ഞില്ലാതാക്കാനും ഒന്ന് ചേർത്ത് പിടിച്ചാ മതി. നിനക്ക് അസുഖമായിരുന്ന വർഷങ്ങൾ അത്രയും അവൻ നിനക്ക് വേണ്ടി ഒഴിഞ്ഞു തന്നു. ഇപ്പൊ അവന് നിന്റെ പഴയ സ്നേഹം കിട്ടുന്നില്ല. അവന്റെ ഉള്ളിൽ അതൊരു വലിയ വേദനയാ. പഴയതൊന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മേ. അതറിഞ്ഞാലല്ലേ എനിക്ക് ഗൂഗിളിനോട് അങ്ങനെ പെരുമാറാൻ പറ്റൂ. എനിക്ക് ഗൂഗിളിനെ ഇങ്ങനെ ഈ അവസ്ഥയിൽ കാണാൻ വയ്യ. മോള് വേറൊന്നും ചെയ്യണ്ട. അവനോട് കുറച്ചുകൂടി സ്നേഹത്തിലും വാത്സല്യത്തിലും ഇടപഴകിയാൽ മാത്രം മതി. മോളെ, പെണ്ണിന്റെ സ്നേഹത്തിന് മുൻപിൽ ആണിന്റെ മനസ്സിലെ എല്ലാ ആധിയും അകലും. അവന്റെ മനസ്സിലെ തീയണയ്ക്കാനും തിരമാലയെ ശാന്തമാക്കാനും നിന്റെ സ്നേഹത്തിന് മാത്രമേ പറ്റൂ.